1, 2, 3, come on. എന്റെ 14ാമത്തെ വയസ്സിലാണ് ഞാൻ ഇതിപ്പോ ഇപ്പോഴത്തെ വോളിബോൾ അപ്പ എവിടെ കളികളുണ്ടോ എല്ലായിടത്തും കൊണ്ടുപോയി കളി കാണിക്കാൻ. രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് കായിക രംഗത്തേക്ക് പോകുവാനുള്ള സപ്പോർട്ട് എന്തുമാത്രം കിട്ടുന്നുണ്ട്? എനിക്കിപ്പോ FIVBയുടെ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ വോളിബോളിന്റെ ലെവൽ 2 കോച്ചാണ്. എപ്പോഴാണ് ഈ കോച്ചിങ് രംഗത്തേക്ക് കടന്നത്? ഇപ്പോ ഏതൊക്കെ ടീമിനെ ഇവിടെ UAE പരിശീലിപ്പിക്കുന്നുണ്ട്? ഇന്ത്യൻ വോളി ലവേഴ്സ് UAE, അതാണ് IVL എന്ന് പറഞ്ഞാല്. ഹലോ, നമസ്കാരം. സ്പോർട്ടി ടോക്കിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുമായി സംവദിക്കുന്നത് ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ വോളിബോളിന്റെ ലെവൽ 2 കോച്ചും കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി UAE വോളിബോളിന്റെ നിറസാന്നിധ്യവും അതുപോലെ തന്നെ കായിക മത്സരങ്ങളിൽ കായിക രംഗത്ത് സജീവമായി ഇടപെടുന്ന സഹീർ ഹൈദ്രോസ് ആണ്. തൃശ്ശൂരിൽ നിന്നുള്ള സഹീർ ഹൈദ്രോസ്. അസ്സലാമു അലൈക്കും സഹീർ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാനവാസ്, താങ്ക് യു സോ മച്ച് സഹീർ. ഇങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ആദ്യ എപ്പിസോഡ് ചെയ്യാൻ ആരെ വിളിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല. കാരണം അതിൽ യാതൊരു സംശയവുമില്ല, അത് സഹീർക്ക് തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്ന ആദ്യ പേര്. താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു ആശയം, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് സജീവമായി സ്പോർട്സിൽ സജീവമായി ഉണ്ടായിരുന്ന പല കളിക്കാരും അവരുടെ കരിയറിന്റെ പകുതിയിൽ വെച്ച് കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് പ്രവാസിയായി ആവുന്നതും പിന്നീട് പ്രവാസ ലോകത്ത് വന്ന് ചിലപ്പോൾ സ്പോർട്സിൽ തുടരുന്നതും അങ്ങനെയുള്ള കളിക്കാരെ നമുക്ക് നമ്മുടെ ജനങ്ങളിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ UAE ഉള്ള സ്പോർട്സുമായി സംബന്ധിക്കുന്ന ഒരുവിധം ആളുകൾക്കൊക്കെ സഹീർ ഖാനെ കുറിച്ച് നന്നായി അറിയാം. എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടി കൂടുതൽ സഹീർ ഖാനെ കൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എൻ്റെ ഒരു ആഗ്രഹം ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. സഹീർ ഖാനോടുള്ള ആദ്യ ചോദ്യം എന്ന് പറയുന്നത്, ജൂനിയർ സ്റ്റേറ്റ് താരവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരവും അതുപോലെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് താരവും ഒക്കെയായി സജീവമായി വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന സഹീർ ഹൈദ്രോസ് എന്ന കളിക്കാരൻ എപ്പോഴാണ് പ്രവാസിയായത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? വെൽ, ഷാനവാസ്, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറെ പരിചയപ്പെടുത്താനും പിന്നെ നാട്ടിൽ നിന്ന് പ്ലേയേഴ്സ് ഇങ്ങോട്ട് എന്തിനു വന്നു, പ്രവാസ ലോകത്തേക്ക് ഇങ്ങോട്ട് എന്തിനു വന്നു, നാട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് അത്. അപ്പൊ അതിനുശേഷം ഷാനവാസ് ചോദിച്ചു, ഞാൻ എന്നാ വന്നത്, എന്നാണ് കരുത തുടങ്ങിയെന്നൊക്കെ അല്ലേ? ഓക്കെ. ഞാൻ എൻ്റെ 14ാമത്തെ വയസ്സിലാണ് ഞാൻ ഇതിപ്പോ ഇപ്പോഴത്തെ വോളിബോളാണ്, അറിയാലോ. വന്നിട്ട് 14 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോള് നമ്മുടെ നാട്ടില് ഞാൻ 14 വയസ്സ് വരെ തുടങ്ങിയ കളി. അതങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരു ജേണി സ്റ്റേറ്റ് ലെവലിലും ജൂനിയർ സ്റ്റേറ്റ് ലെവലിലും പിന്നെ യൂണിവേഴ്സിറ്റിക്കാണ്. അങ്ങനെ പിന്നെ കുറെ ഓർഗനൈസിംഗ് ഞങ്ങൾ ക്ലബ്ബൊക്കെ ഉണ്ടാക്കി ഇവിടെ. വാപ്പയുടെ നേതൃത്വത്തിൽ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടായി. പിന്നെ ഒരു സുപ്രഭാതത്തില് ഞാൻ പോലും അറിഞ്ഞില്ല അങ്ങോട്ട് എത്തിയെന്നുള്ളത് എങ്ങനെയാണുള്ളത്. അപ്പൊ അത് ഒരു യോഗം ആയിരുന്നു. കാരണം എനിക്ക് നാട്ടിലെ ജോലി വേണമെങ്കിൽ കിട്ടുമായിരുന്നു. പോലീസിലായിരുന്നു. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട ആളാണ്. അപ്പോ അതെല്ലാം വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിലും എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു വെമ്പലായിരുന്നു. അപ് ടു 6 to 8 months. പിന്നെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, ഇനി വേണ്ട, ഇപ്പം ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും, അവിടെ തന്നെ നമുക്ക് നിൽക്കാം. ഉപ്പ ഒരു ഇന്റർനാഷണൽ രാജ്യാന്തര വോളിബോൾ താരമാണ്. നമ്മുടെ രാജ്യത്തെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ മത്സരം കളിച്ച ഒരു വാപ്പയുടെ മകനാണ് സഹീർ ഖാൻ. അപ്പോൾ വാപ്പയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു വോളിബോൾ കളിക്കാനുണ്ടായിരുന്ന ഒരു പ്രോത്സാഹനവും അതിനുള്ളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ എനിക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ്. വാപ്പ എവിടെ കളികളുണ്ടോ എല്ലായിടത്തും കൊണ്ടുപോയി കളി കാണിക്കാനും പിന്നെ ആ കളിക്കാരായിട്ട് എന്നെ പരിചയപ്പെടുത്തും. ഇത് പറയും, ചില ആൾക്കാരെ കാണിച്ചു തരും, ചില കളിക്കാരെ കാണിച്ചു തരും എനിക്ക്. അവരെ നോക്ക്, അവരെങ്ങനെയാണ് കളിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അത് പ്രായം അങ്ങനെയല്ലേ, അപ്പൊ നമ്മളതിങ്ങനെ കാണും. പക്ഷെ ഞാൻ എപ്പോഴും ആകാശത്തേക്ക് നോക്കാറുള്ളൂ. ആകാശം
കാരണം വോളിബോൾ എപ്പോഴും നെറ്റിന്റെ മുകളിലാണ് നടക്കുന്നത് കളിക്കുന്നത്. അപ്പോ എന്നോട് ചോദിക്കും കളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല്, അപ്പൊ നീ എന്താടാ അത് കണ്ടിട്ട് പഠിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാനിങ്ങനെ അടിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ പറഞ്ഞാന്നാണ് കേട്ടോ, അടിക്കുന്നതും എങ്ങനെ അടിക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചു, ബ്ലോക്ക് ചെയ്യുന്നതും ഒക്കെ എനിക്ക് കാണിച്ചു തന്നത്. അപ്പൊ പറഞ്ഞു ഓക്കെ അത് മനസ്സിലായി, പക്ഷെ നീ അവരെങ്ങനെയാണ് അടിക്കാനായിട്ട് മുകളിലേക്ക് പോകുന്നു എന്ന് നോക്കിയിട്ടുണ്ടോ? എപ്പോഴും ജമ്പ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ചാട്ടം, ബ്ലോക്കിന് കൈ ഒക്കെ ശരിയാണ്, പക്ഷെ നമ്മളെ താഴ്ന്ന മുകളിലേക്ക് എങ്ങനെയാണ് പോകുന്നു എന്നുള്ളത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ മോനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, നോക്കിയിട്ടില്ല. അവിടെ നമ്മൾ നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പം മോള് പോയി കഴിഞ്ഞാൽ എങ്ങനെ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക്, പക്ഷെ അത് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അത് വളരെ പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായില്ല? അപ്പൊ ഈ സേർഖാന്റെ ഒരു അഭിപ്രായത്തില് അത്തരം ഒരു രക്ഷിതാക്കളുടെ ആ ഒരു സപ്പോർട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് സ്പോർട്സ് രംഗത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എന്താണ് സേർഖാന്റെ ഒരു അഭിപ്രായം? സേർഖാനെ മാറ്റി നിർത്തി ചോദിക്കാം, കാരണം സേർഖ കുട്ടികളെ എപ്പോഴും കുട്ടികളെയും എല്ലാവരെയും സ്പോർട്സിൽ സജീവമായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ പൊതുവെ നമ്മൾ കോമൺ ആയിട്ട് സംസാരിക്കുമ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് കായിക രംഗത്തേക്ക് പോകുവാനുള്ള സപ്പോർട്ട് എന്തുമാത്രം കിട്ടുന്നുണ്ട്? ഷാനവാസ്, ഇവിടുത്തെ കാര്യം ഞാനിപ്പം ഇവിടെ ഒരു 32-33 വർഷമായി UAE വന്നിട്ട്. അപ്പോ ഇവിടെ പാരന്റ്സ് ഇപ്പോ, നേരത്തെ എനിക്കറിയില്ല, ഇപ്പോ പാരന്റ്സിന്റെ സപ്പോർട്ട് വളരെയധികം, കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്, കാരണം അത് അവർക്ക് ആവശ്യമായിട്ട് വന്നിരിക്കും സ്പോർട്സ് എന്നുള്ള സംഭവം. മനസ്സിലായില്ല? പക്ഷെ നാട്ടില് എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇല്ലെന്ന് പറയില്ല, അങ്ങനെ അങ്ങ് ഒരു 50-50 എന്നാണ് ഞാൻ കാണുന്നുള്ളൂ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട്. സേർഖ UAE വന്നതിന് ശേഷം കളി തുടർന്നു കൊണ്ടുപോകാൻ പറ്റിയോ? എവിടെയാണ് ജോലി ഉണ്ടായിരുന്നത്? എവിടെയാണ് ജോലി കയറിയത്? ഓക്കെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 1982-83 ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. വന്നു, ഇവിടെ വന്ന് ഇറങ്ങി. ഞാൻ ഫസ്റ്റ് കളി കളിക്കാൻ പോയത് വന്ന ആ സമയത്ത് തന്നെ അബുദാബിയിലായിരുന്നു. നല്ല ടൂർണമെന്റ് ആയിരുന്നു. ഞാൻ അബുദാബി മലയാളി സമാജത്തിന് വേണ്ടി കളിച്ചത്. എല്ലാം മലയാളീസുള്ള ഒരു ടീമായിരുന്നു. അതിങ്ങനെ തുടർന്നു കൊണ്ട് അന്നൊക്കെ ഇഷ്ടംപോലെ കളികളും കാര്യങ്ങളുണ്ട്. പിന്നെ ഷാർജയിൽ ഞങ്ങൾ 2 ഗ്രൗണ്ട് ഉണ്ടാക്കി. ഞങ്ങളുടെ അതിന്റെ ആൾക്കാരെ കൊടുത്ത് പോയി. ഇപ്പൊ ഞങ്ങള് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അന്നത്തെ. കളി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ കുറെ കളി സംഘടിപ്പിക്കാനും ഇതൊക്കെ പറ്റി. അതെ. സേർഖ ഇപ്പോ FIVBയുടെ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ വോളിബോളിന്റെ ലെവൽ 2 കോച്ചാണ്. എപ്പോഴാണ് ഈ കോച്ചിങ് രംഗത്തേക്ക് കടന്നത്? ഇപ്പോ ഏതൊക്കെ ടീമിനെ ഇവിടെ UAE പരിശീലിപ്പിക്കുന്നുണ്ട്? അതിനു മുമ്പ് ഞാൻ ഈ ലെവൽ FIVBയുടെ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ 1-2 കാര്യം പറയാം. ഇവിടെ ഇപ്പോൾ UAE എനിക്കൊരു ചിലപ്പോൾ നാട്ടിൽ നിന്നെങ്കിൽ അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എനിക്ക് ഒരുപാട് ക്ലിനിക്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫെഡറേഷനിൽ നിന്നൊക്കെ ഒരുപാട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നൊക്കെ. അങ്ങനെയാണ് 2013-2014 ഞാൻ ചെന്നൈയിൽ വെച്ചിട്ടാണ് ലെവൽ 1 ചെയ്തത്. പിന്നെ അതിന് ആഫ്റ്റർ 2 years അത് ചെയ്തു. അത് ചെയ്തതിന് ശേഷം നമുക്കൊരു, കാരണം നമ്മളിപ്പോൾ സാധാരണ കോച്ചിങ് ട്രെയിനിങ്ങിൽ പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. കാരണം നമുക്കൊന്നും സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇൻ കേസ് ഇപ്പോൾ ഒരു പ്ലെയറിനെ ഞാൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രോബ്ലം ആയി കഴിഞ്ഞാൽ ചോദിക്കാണ് ഐ ക്വാളിഫൈഡ്. അപ്പോൾ അത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അതിപ്പോ ഗ്രേസ് ഓഫ് അല്ലാഹ് അത് നിർത്തി. ഇപ്പൊ ഞാൻ ഷാനവാസ് നമ്മളെ കൂടെ ഇവിടെ ഞാൻ കാണുമ്പോൾ ഷാനവാസ് അബുദാബി കളിക്കാൻ വന്നപ്പോൾ ജിമ്മി ജോർജ് ടൂർണമെന്റ് വന്നപ്പോൾ ഞാൻ ഷാനവാസിനെ ആദ്യം കാണുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ഒരു സുപ്രഭാതത്തില് നമ്മളുടെ കൂടെ കൂടി ദുബായ് ഡ്യൂട്ടി ഫ്രീക്ക് വേണ്ടി കളിക്കാനായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ടീമിന് ഉണ്ട്. പിന്നെ പ്ലസ് 1-2 യൂണിവേഴ്സിറ്റീസിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ എന്റെ ജോലിയെല്ലാം വിട്ടിട്ട് ഞാനിപ്പോ ദുബായിൽ UAE ഫേമസ് ക്ലബ് ഉണ്ട്, അൽ നസർ ക്ലബ്. അതിലെ കുട്ടികളെ ഒരു അണ്ടർ 14 years എല്ലാ കുട്ടികളെ ഞാനിപ്പോ ചെയ്യാനായിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് 6 മാസം നിന്നു. ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, അവർക്ക് തുടങ്ങിയിട്ടില്ല. അങ്ങനെ പോകുന്നു. പിന്നെ മാത്രമല്ല ആവശ്യക്കാർക്കൊക്കെ ഞാൻ എവിടെ പോയി ചെന്നാൽ ഞാൻ എന്റേതായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോ UAE വരുന്ന ഒരുപാട് കളിക്കാരെ, ഞാനടക്കമുള്ള കളിക്കാരെ കൈപിടിച്ച് ഉയർത്തുന്നതിനും നമുക്കൊക്കെ ജോലി കിട്ടാനും ഒക്കെ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ് സേർഖ. ഇപ്പൊ നാട്ടില് സജീവമായി സ്പോർട്സിൽ അല്ലെങ്കിൽ വോളിബോൾ മറ്റേതെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ അവർക്കൊരു ജോലി കിട്ടാത്തൊരു സന്ദർഭത്തിൽ പ്രവാസ ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരമുള്ള കായിക താരങ്ങളോട് എന്താണ് സേർഖക്ക് ഒരു നിർദ്ദേശം കൊടുക്കാനുള്ളത്?
അതായത് ഇപ്പോ നാട്ടിലൊരു ജോലി കിട്ടാത്തൊരവസ്ഥയിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കായിക താരങ്ങൾ അല്ലെ, അവര് ഒരു കളിക്കാരനായിട്ടാണ് ഇങ്ങോട്ട് വരുന്നുവെങ്കിൽ അത് ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ സ്വല്പം അതെ അല്ല, നമുക്ക് കോവിഡ് ഒരു പാൻഡമിക് സിറ്റുവേഷൻ മാറ്റി വെക്കുകയാണെങ്കിൽ അതല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മളിപ്പോ ഇതിൽ നിന്നൊരു നമ്മൾ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജോലി കിട്ടാതെ വരുമ്പോ ഇപ്പോ ഞാനടക്കം അങ്ങനെ ഒരു തീരുമാനത്തിൽ വന്നതാണ്. ജോലി കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെയുള്ള ഒരു അങ്ങനെ ഒരു ടൈമിൽ വന്ന തീരുമാനം എടുത്താണ് ഗൾഫിലേക്ക് വരാനുള്ളത്. അപ്പൊ അങ്ങനെ തീരുമാനം എടുക്കുന്ന കായിക താരങ്ങളോട് സേർക്കാർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്തൊക്കെയാണുള്ളത്? അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, കളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ, അതായത് നമ്മുടെ ചെറുപ്പക്കാരായ കളിക്കാർക്ക് അത് വലിയൊരു ഉപദേശമാവും. ഓക്കെ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ്, നല്ല കളിക്കാരുണ്ട്. ഷാനോസിനെ അറിയാലോ, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ക്ലബില് ഒരു പ്രൊഫഷണൽ പ്ലെയറായിട്ട് കളിക്കണമെങ്കിൽ അവര് ശരിക്കും നോക്കിട്ട് തന്നെ എടുക്കുള്ളൂ. ഓക്കെ, അപ്പം അത് വല്ലാത്തൊരു ഫാക്ട് ആണ്. അതുകൂടാതെ ഒരു ക്ലബിൽ രണ്ട് ഫോറിൻ പ്ലേയേഴ്സിനെ കളിക്കാൻ പറ്റുള്ളൂ. 3 പേരെടുക്കും, 2 പേർക്ക് ഉള്ളിൽ കളിക്കാം, ഒരാൾ വെളിയിലും നിന്നിട്ടുള്ള സംഭവമാണ്. അവിടെ എല്ലാം അത് യൂറോപ്പിൽ നിന്നാണ് അവർ കൂടുതലും മാക്സിമം ട്രൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ളത്, ഇവിടെ വരികയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ കളിക്കാരൻ നാട്ടില് അവര് പ്രൊഫഷണൽ കളിക്കാരൻ ഓഫ് കോഴ്സ് നാട്ടിൽ ജോലി കിട്ടൂലേ? കിട്ടാത്ത സന്ദർഭങ്ങൾ വരും. അപ്പൊ നമ്മളൊരു ഇഞ്ചുറി ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നാട്ടിലൊരു പീക്ക് ടൈമിലിരിക്കുമ്പോ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ, ഞാൻ നാട്ടില് സ്റ്റേറ്റ് കളിച്ചു, ബോർഡില് ടൈറ്റാനിയത്തിലൊക്കെ ഗസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഇഞ്ചുറി പറ്റുന്നത്. അവിടെ ഒരു ബ്രേക്ക് വന്നത് ഒരു 6 months. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഫീൽഡിൽ നിന്ന് കുറച്ചൊന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരിക. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാല് നമ്മള് വരിക, എന്നിട്ട് കൊള്ളാവുന്ന ജോലിക്ക് കയറുക എന്നുള്ളതാണ് ഇവിടെ. അപ്പൊ അതുകൂടാതെ ഇപ്പൊ ഒരുപാട് കളിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ എന്തായാലും പുറത്തുണ്ട്. കമ്പനിയുടെ അല്ലെങ്കിൽ പോലും മറ്റു ക്ലബുകളും മറ്റു ടീമുകളൊക്കെ ആയിട്ട് ഒരു പാഷൻ എന്തായാലും കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഒരു മുഴുവൻ സമയം കളിക്കാരനായിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ്. അപ്പോ അടുത്ത എനിക്ക് ചോദിക്കാനുള്ള, കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ UAE രൂപീകരിച്ച IVL, ഇന്ത്യൻ വോളി ലവേഴ്സ് എന്നൊരു വലിയൊരു സംഘടന, വോളിബോളിലെ മുഴുവൻ കളിക്കാരും കാണികളും വോളിബോളിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ചേർന്ന് രൂപീകരിച്ച IVL എന്ന ഒരു സംഘടനയുടെ വലിയൊരു പദവിയിൽ, ജനറൽ സെക്രട്ടറി എന്നൊരു പദവിയിൽ ഇരിക്കുകയാണ് സേർക്ക. IVLന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? IVLനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ രീതിയിലാണ് നടക്കുന്നത് പറയുന്നത്? ഇന്ത്യൻ വോളി ലവേഴ്സ് UAE, അതാണ് IVL എന്ന് പറഞ്ഞാല്. അതിപ്പോ ഒരുവിധമല്ല എല്ലാവരും അറിയാം. വോളിബോളിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ആക്ച്വലി ഞാൻ മാത്രമല്ല, എന്നിൽ ചുറ്റപ്പെട്ട കുറെ പഴയ കളിക്കാരോട്. അപ്പൊ അവരൊക്കെ നേരത്തെ മനസ്സിലാഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ ഒരു കൂട്ടായ്മ വേണം എന്നുള്ളത്. മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം, ഇന്ത്യൻ വോളി ലവേഴ്സ് UAE എന്നൊരു സംഭവം പെട്ടെന്നായിരുന്നു എന്റെ ഒരു ജനനം എന്ന് പറയാം. ഓക്കെ, ജനനവും വളർച്ചയും. കാരണം നമ്മളൊരു ചെടി വെച്ച് ചില ചെടികളൊക്കെ വളരെ പതുക്കെ വെള്ളം ഒഴിച്ചാലും വളരൂല, പക്ഷെ ഇത് ചില ചെടികൾ പെട്ടെന്ന് വളരും. അതേ ഒരു അവസ്ഥയായിരുന്നു ഈ തുടങ്ങിയതിനു ശേഷമുള്ള ഇന്ത്യൻ വോളി ലവേഴ്സ് UAEയുടെ ഒരു മേൽപോട്ടുള്ള യാത്ര എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മള് വളരെ അതൊരു ഫ്രെയിം വർക്കാണ്. അതിന്റെ നമ്മളൊരു ഫ്രെയിമിലാണ് എല്ലാം, അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതില് എല്ലാ സെറ്റാണ്. ഫോർ എക്സാമ്പിൾ അതിൽ മീഡിയ ഉണ്ട്, പിന്നെ ഒരു ഒഫീഷ്യൽസിന്റെ ഒരു വേറൊരു സൈഡ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ മെഡിക്കൽ ഫീൽഡ് എല്ലാം കൂടിയും ഉള്ള ഒരു ഫ്രെയിം വർക്കിലാണ് നമ്മൾ ആ വോളി ലവേഴ്സ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല നിലയ്ക്ക് എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആണ്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല, നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു കളി നടക്കുമ്പോൾ കുറെ ആൾക്കാര് ഗാലറിയിൽ ഇത് കളി കാണാൻ വരും. അത്തരം ആളുകൾക്ക് കളിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഉദയകുമാർ മെമ്മോറിയൽ സ്റ്റാർട്ട് ചെയ്തത് 12 ടീമിന് വെച്ചിട്ട്. അപ്പൊ അതിന് നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ ടീം സെലക്ഷൻ പാനൽ ഉണ്ടായിരുന്നു. അവരെ ടീം സെലക്ട് ചെയ്തു, 12 ടീമിനെ ഉണ്ടാക്കി. അത് ഗ്രാൻഡ് സക്സസ് ആയിരുന്നു.
അതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 45+ ഉള്ള ആളുകൾക്ക് സെപ്പറേറ്റ് ഒരു ടൂർണമെന്റ് നടത്തി. അതിനുശേഷം നമ്മൾ വെറ്ററൻസ് 40-45 അപ്പൊ അതും ഒരു രക്ഷയില്ല, അതും വളരെ ഗംഭീരായി. അത് നമ്മൾ നാട്ടിൽ നിന്ന് അർജുന അവാർഡ് 2 അർജുന അവാർഡ് വിന്നേഴ്സിനെ കൊണ്ടുവന്നു. സിറിലും വളരെ ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. ടോമും ഇവരൊക്കെ വന്നു, അതും ഗ്രാൻഡായി. അതെ, നമ്മുടെ ഇന്നേ വരെ പ്രവാസ ലോകത്ത് കണ്ട ഏറ്റവും നല്ലൊരു കളികളിൽ, അതായത് എപ്പോഴും നമ്മുടെ പഴയ കളിക്കാർ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ആളുകൾ, നമുക്ക് കോച്ചിങ് വരുന്ന ആൾക്കാർ, റഫറി നിന്ന ആൾക്കാർ, എല്ലാവരെയും ഗ്രൗണ്ടിൽ ഇറക്കിക്കൊണ്ട് നമ്മളെ പോലെയുള്ള ആളുകൾ അതിൽ നിന്ന് കോച്ചായിട്ടും റഫറി ആയിട്ടും ബോൾ ബോയ്സ് ഒക്കെ ആയിട്ട് ഒരു സന്ദർഭം. അതിൽ മാത്രമല്ല എടുത്തു പറയേണ്ട ഷാനവാസിന്റെ ബ്രദർ ഞങ്ങളുടെ ടീമിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പക്ഷെ ഓഫ് കോഴ്സ് ഞാനിപ്പോ 58 വയസ്സായി, എനിക്കിപ്പോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും വയസ്സുകാരോട് പറയണ്ട, അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം, എന്താ തോന്നില്ല എന്നുള്ളൂ. അതൊന്നും പ്രോബ്ലം അല്ല. പക്ഷെ ഞാനും ടീമിലുണ്ടായിരുന്നു, ഞങ്ങളുടെ ടീം നല്ല ടീമായിരുന്നു. ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഫൈനൽ കളിച്ചു, വളരെ വളരെ നല്ല രീതിയിൽ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് അതിനുശേഷം പിന്നെ നമുക്ക് മറ്റു ചില കളികളിൽ നമ്മളുടെ ഇന്ത്യൻ വോളി ലവേഴ്സിന് ഇൻവോൾവ് ആവാൻ പറ്റി. പിന്നെ ഇവിടുത്തെ ക്ലീനപ്പ് അറേബ്യയിൽ നമ്മളൊരു പാട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഫാമിലി മീറ്റർ ഒരു സംഭവം വെച്ചായിരുന്നു ഇവിടെ, അതും ദുബായിൽ വെച്ച്. അതും ഗ്രാൻഡ് ആയിരുന്നു. 500 ആൾക്കാർ അതിനു വേണ്ടി പങ്കെടുത്തു. എല്ലാവരും ഒരേ മനസ്സോടെ കൂടിയായിരുന്നു. അത് 3 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 1 മണിക്ക് കഴിഞ്ഞ്, മനസ്സിലായില്ല. അപ്പൊ അത്രയും അത് സ്പോർട്സും രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയത്. വോളിബോൾ കൂടാതെ നല്ലൊരു കലാകാരൻ കൂടിയാണ് സൈർക്ക. എന്തൊക്കെയാണ് കലാരംഗത്തുള്ള നേട്ടങ്ങൾ? കുഴപ്പിച്ചല്ല, ഇല്ല, അത് എനിക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളൊരു, നമ്മുടെ വീട്ടിലെല്ലാവരും വാപ്പ ഉമ്മ എല്ലാവരും, മനസ്സിലായില്ല. അപ്പൊ ഞാന് സംഗീതപരമായിട്ടും പിന്നെ അത്യാവശ്യം ചില നാടകങ്ങളും ഡ്രാമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റേഡിയോയിലൊക്കെ ചില പരിപാടികൾ. അത് സ്കൈ സംഗീത വർഷം എന്നൊരു റിയാലിറ്റി ഷോ റാസൽ ക്യാമ റേഡിയോ റിയാലിറ്റി ഷോ, അതിന്റെ ഫൈനലിസ്റ്റ് ആയിരുന്നു ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ഫോളോഡ് ബൈ ഇശൽ ഭർജാൻ എന്ന മാപ്പിളപ്പാട്ടിന്റെ, അതും ഫൈനലിസ്റ്റ് ആയിരുന്നു, റിയാലിറ്റി ഷോ. പിന്നെ അമൃത ടെലിവിഷന്റെ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു. കാരണം എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ പാടാനുണ്ടോ. പിന്നെ നമ്മള് പക്ഷെ അതിൽ 16 പാട്ട് കാണാതെ പഠിച്ച് പാടി എന്നുള്ളൊരു പലവിധ വേഷത്തിലല്ലേ. അപ്പൊ അത് പിന്നെ ഉണ്ടാവും, എന്താ പറയാ, അഭിനയിക്കാനൊക്കെ ആൾക്കാർ ബാക്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പോ ആലോചിക്കണം, ആ 16 പാട്ട് കാണാതെ പഠിച്ചു എന്നുള്ളത്. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ട് ഞാനിപ്പോ IAS ആയിരുന്നു. അപ്പൊ അവര് പറയണേ. അപ്പൊ അത്രയും അത് കഴിഞ്ഞു. അതൊക്കെ അങ്ങനെ ഒരു സൈഡായിട്ട് എല്ലാവരും സമയം കാണുന്നു. അതെ. അപ്പോ നമുക്ക് ഒരു 4 വരി പാട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടി സൈർഖാന്റെ ഭാഗത്ത് ആയിക്കോ. ഗാനമേളകൾക്കൊക്കെ പാടുന്നൊരു പാട്ട് പഴയ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായത്, അത് പാടാം. അതിനു മുമ്പ് ഞാൻ ഇവിടെ ബാക്കപ്പ് ചെയ്യാനായിട്ട് ജംഷാദ്, തിരൂരാണ് വീട്, യാദൃശികമായിട്ട് കണ്ടതാണ് ജംഷാദിനെ. ജംഷാദ് ജോലി ചെയ്ത സ്കൂളിൽ ഞാനും കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ജംഷാദ് അവിടെ മ്യൂസിക് ടീച്ചറാണ്, പക്ഷെ ഞാൻ വോളിബോളിന്റെ കൊച്ചു കുട്ടികളെ. അപ്പൊ നമുക്ക് തുടങ്ങാം. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാറ്റുവട്ടിൽ, മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാറ്റുവട്ടിൽ, മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാറ്റുവട്ടിൽ.
പോരുകില്ലേ ഓ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാറ്റുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മധുരിക്കും ഓർമ്മകളെ മധുരിക്കും ഓർമ്മകളെ. അപ്പോ താങ്ക് യു ഷേർക്ക, നമ്മളൊക്കെ മധുരിക്കുന്ന ഓർമ്മകളിലേക്ക് കൊണ്ടുപോയതിന്. അപ്പോ നമുക്ക് ബാക്ക് ടു വോളിബോളിലേക്ക് അല്ലെങ്കിൽ സ്പോർട്സ് ലൈഫിലേക്ക് കിടക്കാം. ജീവിതത്തിൽ നല്ലൊരു ഭാഗം വോളിബോളിന് വേണ്ടിയും ഇതുപോലെയുള്ള കായികപരമായിട്ടുള്ള ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാളാണ് ഷേർക്ക. കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഇതിനൊക്കെയുള്ള സപ്പോർട്ട്? കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യ ആണ് ഉദ്ദേശിച്ചത്. ഭാര്യ, കുട്ടികൾ അങ്ങനെ ഓക്കെ, അത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ അതിനു മുമ്പ് ഞാൻ കുടുംബത്തിന് മുമ്പായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ, മൂത്ത ജ്യേഷ്ഠൻ ഷംസുദ്ദീൻ, അത് ഇപ്പൊ ഞങ്ങൾ കാണുന്നത് വാപ്പക്ക് തുല്യമായിട്ടുള്ള ഒരാളാണ്. ഇവിടെ ഒരു വോളിബോൾ സ്റ്റാർട്ടിങ്ങിൽ പുള്ളി ഞങ്ങളുടെ സ്പോൺസറായിരുന്നു. അൽഷഫർ ട്രാവൽസ്, അന്ന് പെല്ലിക്ക, അൻസാരിക്ക, മോഹൻ പിള്ള ഇവരൊക്കെ ആയിരുന്നു പണ്ട് വോളിബോൾ കൊണ്ട് നമ്മൾ നടന്നിരുന്നൊക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ വെല്ലിക്കാടെ പിന്നെ അവിടുത്തെ ആളുടെ അനിയന്മാര് മുപ്പരെ, ഞാൻ ഒരു സിസ്റ്റർ ഉണ്ട്, ഫാമിലി മൊത്തം ഫുൾ 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 സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. മക്കൾക്കായാലും എല്ലാം അവർ ചെയ്തു തരുന്നുണ്ട്. എവറിത്തിങ്, എല്ലാ സപ്പോർട്ടുണ്ട്, നല്ല പോസിറ്റീവായിട്ട് സപ്പോർട്ടാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും, നിങ്ങളെ പോലെയുള്ള എല്ലാവരും, ഇവിടെയുള്ള എല്ലാവരും, മക്കൾക്കായാലും വോളിബോളിന്റെ എല്ലാവരും നല്ല ഒരേ മനസ്സോടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതെ, തീർച്ചയായും. നമുക്കൊക്കെ അറിയാം, ഇപ്പോ നമ്മളൊക്കെ കല്യാണം കഴിച്ച് കുടുംബം ഇവിടെ വന്നപ്പോ ഗ്രൗണ്ടിലേക്ക് വരുമ്പോ നമ്മളൊക്കെ കുടുംബത്തിനൊരു ചെറിയൊരു വരാനുള്ളൊരു മടി ഉണ്ടെങ്കിൽ പോലും ഞാനൊക്കെ അപ്പോൾ പറയാ എന്തായാലും അജിത്ത ഉണ്ടാവും അവിടെ, നിനക്ക് കമ്പനി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം വൈഫിന്റെ, ഷേർഖാന്റെ വൈഫിന്റെ അജിത്താന്റെ ഭാഗത്തുള്ള ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ട്. എപ്പോഴും ഗ്രൗണ്ടിൽ സജീവമായിട്ട് കളിക്കാരെപ്പോഴും എപ്പോഴും എല്ലാ ടൂർണമെന്റിലും നമ്മൾ കാണുന്ന ഒരു മുഖമാണ് അജിത്ത. തീർച്ചയായും അജിത്താന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കും. തീർച്ചയായിട്ടും, കാരണം അത് പറയാതിരിക്കാൻ വയ്യ. അജിത ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് ഒരു 30 വർഷത്തോളം ആയി തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോ എനിക്ക് എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്റെ കൂടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്റെ ഭാര്യയും മക്കളും ഇവിടെയുണ്ട്. അത് എന്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്. എന്റെ ചോദിക്കണം നീ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം ഇതാണ്, കുടുംബത്തോടൊപ്പം കഴിഞ്ഞു. എക്സാക്ട്ലി, മനസ്സിലായില്ലേ? പക്ഷെ അവളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അമേസിങ്. കാരണം കുട്ടികള് ക്ലബ്ബിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാത്തിരിക്കും, കുട്ടികൾ വരുന്നത് ചെറുതില്. ഇപ്പൊ എനിക്കത് വലുതായി. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാ കളികളും കാണാനും അതിന് സജീവമായിട്ട് പങ്കെടുക്കാനും നിറസാന്നിധ്യം തന്നെയാണ്. ഞാൻ പക്ഷെ അവളുടെ അടുത്ത് പറയാറില്ല, കാരണം ഇപ്പൊ ഈ ഒരു സെഷൻ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും നമുക്കുള്ളത് പണി. അപ്പോ രണ്ട് മക്കളും, ഷേർഖാക്ക് 2 ആൺമക്കളാണ്. 2 മക്കളും സജീവമായി ഇപ്പൊ വോളിബോളുണ്ട്. ഏതൊക്കെ ടീമിന് വേണ്ടിയാണ് അവരിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്? മൂത്ത മോൻ അവനിവിടെ അൽനാസർ ക്ലബിലാണ് കളി തുടങ്ങിയത്. അപ്പോൾ അവിടെ കളി തുടങ്ങി +2 കഴിഞ്ഞ് ഷാർജ യൂണിവേഴ്സിറ്റിയിൽ അവന് സ്കോളർഷിപ്പിൽ സീറ്റ് കിട്ടി. അത് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞവൻ നേരെ കളിയുടെ തുടർന്ന് അൽനാസറും ജസീറ ക്ലബിലേക്ക് മാറി. അവിടെ നിന്നാണ് അവനൊരു ഓഫർ പോർച്ചുഗലിൽ ഒരു കളിക്കാനായിട്ട്. അപ്പൊ അവരുടെ ടീമിന്റെ സെറ്ററാണ്. എന്റെ പേര് ഡി എന്തോ ഒരു പാവ അങ്ങനത്തെ ക്ലബാണ്. പോർട്ടോലാണ് ക്ലബ് ഉള്ളത്. പക്ഷെ അവനിപ്പോ ജോലിയും കൊടുത്തു അവര് ക്ലബിൽ കളിക്കുന്നത്. അവനോടെ ഉള്ളത്. പക്ഷെ ഇങ്ങോട്ട് വരേണ്ട സമയം ഇപ്പൊ ജൂണിൽ അവന് വരേണ്ടതായിരുന്നു. കളിയെല്ലാം കഴിഞ്ഞ് 2ാമത്തെ റൗണ്ടും കഴിഞ്ഞൊക്കെ വരേണ്ടതായിരുന്നു. പക്ഷെ അറിയാലോ ഇപ്പോഴത്തെ ഇതില്. അപ്പൊ അവരിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വീണ്ടും ട്രെയിനിങ് തുടങ്ങി. ഇപ്പൊ അത് കഴിഞ്ഞാലേ ഞാൻ വരാൻ പറ്റുള്ളൂ. 2ാമത്തെ മോൻ അവന് +2 ഈ പറഞ്ഞ ഞാനും ജംഷാദൊക്കെ ജോലി ചെയ്യുന്ന സ്കൂളിലാണ് അവൻ പഠിച്ചിരുന്നത്. ദി എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ ഷാർജ, മനസ്സിലായില്ല? അപ്പൊ ആ സ്കൂളില് വോളിബോൾ ടീമിന്റെ അവനായിരുന്നു ക്യാപ്റ്റൻ. അതിനു മുമ്പ് മുത്തനും അവിടെ തന്നെ പഠിച്ചു. അവൻ ആ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അവൻ പോയതിനു ശേഷം ഇവൻ ഏറ്റെടുത്തു. ഇവനുള്ള സമയത്ത് 5 വർഷം തോന്നുന്നു ഞങ്ങൾ നാഷണൽസ് കണ്ടിന്യൂസ് ആയിട്ട് നാട്ടിൽ കളിക്കാൻ പോയി. ഇവന്റെ ക്യാപ്റ്റൻസിയിൽ കളിക്കാൻ പോയി. പിന്നെ അവൻ അവിടുത്തെ ഹെഡ് ബോയ് ആയിരുന്നു, മനസ്സിലായില്ല? അപ്പോ ആ സ്കൂളിൽ ഇപ്പൊ ഞാനുണ്ട്, ജംഷദിന്റെ കൂടെ ഞാനുണ്ട്. ഓക്കെ, അപ്പൊ തന്നെ അൽനാസർ ക്ലബിൽ അവൻ ജൂനിയർ ടീമിന്റെ കൂടെ കളിക്കുന്നു. അവനാണ് ലാസ്റ്റ് 2 ഇയേഴ്സ് ടീമിന്റെ ക്യാപ്റ്റൻ. കാരണം അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാൻ കാരണം ഒരാൾക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ലോക്കൽസിനെ വയ്ക്കുള്ളൂ. ഇവനാണ് ഇപ്പൊ ടീമിന്റെ കഴിഞ്ഞ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. അവര് ലീഗ്
വിൻ ചെയ്തു. അപ്പോഴും അവൻ സീനിയർ ടീമിൻ്റെ കൂടെ പ്രാക്ടീസും ഉണ്ട് സെയിം ടൈമിൽ. അങ്ങനെയൊക്കെയാണ് പോകുന്നു. അവനിപ്പോൾ +2 കഴിഞ്ഞു. ഇവിടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പിൽ ഡിഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഏറ്റവും സേർക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വോളിബോൾ താരത്തിന്റെ പേര് പറയാൻ പറഞ്ഞു, ഒരു ഗായകന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആരെയായിരിക്കും പറയുന്നത്? ഫസ്റ്റ് ഗായകന്റെ പേര് പറയാൻ പറഞ്ഞാൽ എനിക്ക് വളരെ ഈസി ആയിരിക്കും. കാരണം പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. വേറൊന്നുമില്ല, നമ്മുടെ കേരളത്തിൽ ഇന്ത്യ ലോകം അറിയപ്പെടുന്ന നമ്മളുടെ ലെജൻഡ് ദാസേട്ടൻ തന്നെയാണ്. എനിക്ക് പല പ്രാവശ്യങ്ങളിലും പുള്ളിയായിട്ട് കാണാൻ സംസാരിക്കാനും ഒക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അത് മെയിൽ, പിന്നെ ഫീമെയിൽ വരുമ്പോൾ ഓഫ് കോഴ്സ് ചിത്ര, പിന്നെ കുറെ പ്രായം ഉണ്ട്. പക്ഷെ ഇങ്ങനെയാണ് കളിക്കാരുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് സത്യം പറഞ്ഞാൽ ആരെ പറയുമെന്നുള്ളതല്ല, പക്ഷെ എങ്ങനെ പറയുമെന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കാണുന്നത്. കാരണം ഉദയകുമാറോട് ഉണ്ടായിരുന്നു, ജിമ്മി ചായനോടുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരുപാട് കളിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നും കുറെ കളിക്കാരുണ്ടായിരുന്നു. സിറിലും ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട്. ഉദയൻ ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങൾ ഒരു കുടക്കയിൽ എന്ന നിലയ്ക്കായിരുന്നു എല്ലാം. ഒരു കുടക്കയിൽ കൊണ്ടുപോയിരുന്നു ടീമിനെ, എങ്ങനെ ആൾക്കാരെ എങ്ങനെ കൊണ്ടുപോകണം, കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു. പക്ഷെ എന്താ പറയാ, നമ്മളെയൊക്കെ വിട്ടുപോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വേർപാടായിരുന്നു ഉദയകുമാർ. അതേപോലെ തന്നെ ജിമ്മി ചായൻ അങ്ങനെ ഇറ്റലി വെച്ച് മരണപ്പെട്ടത്. അപ്പൊ ഞാൻ ഇവർ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ രണ്ട് ലെവലാണ്. പക്ഷെ ജീനിയസ് രണ്ടുപേരും, ഒരു സംശയം വേണ്ട. അസറ്റായിരുന്നു ഇന്ത്യൻ ടീമിന്, അല്ലെങ്കിൽ എവിടെ കളിക്കാൻ പോയിരുന്നു രണ്ടുപേരും. കാരണം ഉദയകുമാർ ഇവിടെ കളിക്കുമ്പോൾ വളരെയധികം എല്ലാവർക്കും ലോക്കൽ ക്ലബിലായാലും എവിടെയായാലും വളരെയധികം പേരെടുത്തൊരു വ്യക്തിയാണ് എല്ലാ നിലയ്ക്കും. മനസ്സിലായില്ല, സ്വഭാവത്തിലായാലും എല്ലാം കൊണ്ടും മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ളൊരു. അപ്പൊ ആ സമയത്ത് തന്നെ ജ്യോതിഷും മുകേഷും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അബുദാബി പോലീസിന് വേണ്ടിയിട്ട് ജ്യോതിഷും മുകേഷും കളിക്കും. ഞാൻ വന്ന സമയത്താണ്. ഇവിടെ ആണെങ്കിൽ സിവിൽ ഡിഫൻസിന് ഉദയകുമാറും അങ്ങനെയുള്ള ഒരു ടീമാണ്. ഇവർ തമ്മിലാണ് എപ്പോഴും ഫൈനൽസ് കളിക്കുക. 2006 ഞാനിവിടെ വന്ന മുതലാണ് സേർഖാനെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ സേർഖാന്റെ കീഴിൽ പരിശീലനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അന്ന് മുതൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയും എൻ്റെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയെ പോലെയും ഒക്കെ അങ്ങനെ പലവിധ റോളുകളിൽ ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് സേർഖാൻ. എങ്ങനെയാണ് ഇത്രയധികം ബന്ധങ്ങൾ എങ്ങനെയാണ് ഇത്ര ആത്മാർത്ഥമായി കീപ്പ് ചെയ്ത് കൊണ്ടുവന്നത്? അത് നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. കാരണം ഞാൻ ഷാനവാസിന് എന്ത് തരുന്നു, അത് എങ്ങനെ തരുന്നു, അതിന്റെ റിസൾട്ടായിരിക്കും എനിക്ക് തിരിച്ചു കിട്ടുന്നത്. മനസ്സിലായില്ല? അത് കുട്ടിയായാലും ഈ രണ്ടുപേരും ഞാൻ ഒരേപോലെ കാണുന്നത്. ഞാൻ ഒരേ ലെവലിൽ അവർ രണ്ടുപേരും കാണുന്നത്. കാരണം എനിക്ക് കുഞ്ഞു മക്കൾ ഞാനിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദ സെയിം ടൈം ഞാൻ നാട്ടിൽ പോയാലും ഇവിടെ ആയാലും എന്നെക്കാട്ടും പ്രായമുള്ള ആൾക്കാരെ അവിടെ പോയി സംസാരിക്കും. അപ്പൊ അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, എന്ത് കൊടുക്കുന്നു, അതുപോലെ ഞാനിപ്പോൾ അത് ഇപ്പോഴും ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമുള്ള ആളാണ്. അതെ, ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയണം, എൻ്റെ എന്നല്ല, ഞാൻ ഒരുപക്ഷെ നമ്മുടെ ദുബായിൽ ഉള്ള ഒരുപാട് വോളിബോൾ പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ വളരെ ആരാധനപൂർവ്വം അല്ലെങ്കിൽ ബഹുമാനപൂർവ്വം കാണുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് സൈർക്കയും മറ്റൊന്ന് ഹാഷിംകയും. നമുക്ക് ഒരുപാട് പേർക്ക് ജോലി തന്ന ആളുകളാണ്, അവർക്ക് അതിനുവേണ്ടി പ്രയത്നിച്ച ആളുകളാണ്. നമ്മുടെ കളി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതിനൊക്കെ വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത രണ്ട് വ്യക്തികളാണ് സൈർക്കയും ഹാഷിംകയും. തീർച്ചയായും ആഷിംഖാനെ കുറിച്ചിട്ട് സൈർഖാൻ ഒരു എന്തൊക്കെയാണ് സൈർഖാനെ കുറിച്ചുള്ള അഭിപ്രായം, ആഷിംഖാനെ കുറിച്ചുള്ള അഭിപ്രായം? ഷാനവാസ്, എന്തായാലും വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചു. എനിക്കത് കാരണം ആഷിംഖാനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്, അറിയാലോ. പുള്ളി പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ആൾക്കാർ നമ്മുടെ ടീമിലുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അപ്പോൾ CV കൊടുക്കും, ഇങ്ങോട്ട് ചോദിക്കും ഗോഹൻ. ഇതാണ് നമ്മളുടെ ഒരു പോളിസി ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആഷിംഖ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ, അവർക്ക് ജോലി കിട്ടുന്നത് പഠിച്ച തമ്പുരാനാണ് അവർക്ക് ആ ജോലിയൊക്കെ ആക്കി കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. മനസ്സിലായില്ല? അപ്പോൾ അത് അവരുടെ ലക്ക്. അങ്ങനെ എന്തായാലും ആഷിംഖക്ക് ഞാൻ ഈ സമയത്ത് ആഷിംഖ ബിഗ് താങ്ക്സ്. തീർച്ചയായും ഞാൻ ഈ ഒരു പരിപാടി കണ്ടിന്യൂ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എപ്പിസോഡ് നാട്ടിൽ പോകുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ഒരു എപ്പിസോഡ് അത് ആഷിംഖാന്റെ കൂടെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോകുന്ന സമയത്ത് തീർച്ചയായും ഒരു എപ്പിസോഡ് ആഷിംഖാന്റെ കൂടെ എടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് എന്തൊക്കെയാണ് സൈർഖാൻ കൊടുക്കാനുള്ള ഒരു ഉപദേശങ്ങൾ?
വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് എനിക്ക് കൊടുക്കാനുള്ള ചെറിയ ഉപദേശം ഒന്നുമില്ല. നമ്മൾ ഒരു കാര്യം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് കളിയായിക്കോട്ടെ വേറെ എന്തെങ്കിലും മേഖലകളായിക്കോട്ടെ, നമ്മൾ ഡെഡിക്കേറ്റഡ് ആവണം, സിൻസിയർ ആവുക. മനസ്സിലായില്ലേ? പിന്നെ നല്ലതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധി എപ്പോഴും യൂസ് ചെയ്യുക. എപ്പോഴും നല്ലതിനെ തിരിച്ചെടുക്കുക. നമ്മൾ കുറെ ഉണ്ടായിരിക്കും, ഒരുപാട് 100 ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അതിലിപ്പോ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുള്ളൂ നല്ലതായിട്ട്. അപ്പൊ നമുക്ക് നല്ലതിനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് മക്കളെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ചെറിയൊരു. കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്തതിനു ശേഷം ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് സേർക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുകയാണ് അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ? അത് എൻ്റെ ഒരു ഫ്രണ്ട് ഷാർജയിൽ ഒരു വ്യക്തി, പുള്ളി ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല നമുക്ക്. അപ്പോൾ സ്മാർട്ട് വിഷൻ എന്നുള്ളൊരു പേരിലാണ് ആ കമ്പനി ഉള്ളത്. നല്ല നിലയ്ക്കായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനാണ്, അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബാക്ക് ടു നോർമൽ. അതായത് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ A to Z എവറിത്തിങ്, എല്ലാം ചെയ്തു കൊടുക്കും. എവറിത്തിങ്, ഒരു വെഡിങ് ആയിക്കോട്ടെ, ഒരു സ്പോർട്സ് ഇവന്റ്സ് ആയിക്കോട്ടെ, ഒരു ഓർക്കസ്ട്ര, ലൈറ്റൻസ്, എവറിത്തിങ്, സ്റ്റേജോ, എല്ലാം. ഒരു കല്യാണത്തിന് ഒരു കളി നടത്തണമെങ്കിൽ അത് ചെയ്യാം. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ടാവും. ഈ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ലോകം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരുപാട് ആളുകൾ മാനസികമായി വിഭ്രാന്തിയുള്ളവരും ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കും, അങ്ങനെയുള്ള ആളുകൾക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് സ്പോർട്സിൽ സജീവമായിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ കലാരംഗത്ത് സജീവമായിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് ഉന്മേഷം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള മനപ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകും എന്ന് അവർക്ക് കൊടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം എന്താണ് സേർക്കാക്ക് അവരോട് പറയാനുള്ളത്? COVID-19 അത് ലോകമെമ്പാടും ഇപ്പോഴും അത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് പ്രായഭേദം തന്നെയാണ് അത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസും അതിനൊരു വിക്ടിമായിരുന്നു അല്ലേ? നമ്മൾ നിരന്തരം കോണ്ടാക്ട് ചെയ്യാനായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു പ്രതിസന്ധി നമ്മൾ നേരിടുമ്പോഴും, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു മുള്ള നമ്മളെ കുത്തിയായിരിക്കാം, നമുക്കൊരു വേദന വന്നു, പെയിൻ എടുത്തു അല്ലേ? ആ പെയിൻ നമ്മളുടെ പാപം കുറയാന്നാ പറയുന്നത്. ആ പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ, നമ്മുടെ വിഷമങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷൻ നമ്മൾ എന്ത് വേണം? ഒന്നുമില്ല, നമ്മൾ മനസ്സിനെ വളരെ ഫ്രീ ആക്കുക. എന്തു വന്നാലും നമ്മളതിനെ അഭിമുഖീകരിക്കും. പിന്നെ മെയിനായിട്ട് പടച്ചവനോട് പറയാം, ദൈവത്തിനോട് പറയാം നമ്മുടെ വിഷമങ്ങൾ, കാര്യങ്ങളും. ഒരു സംശയമില്ല, നമുക്ക് അവിടെ റിസൾട്ട് വരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഓക്കെ, അപ്പോ എന്ത് വന്നാലും നമ്മളതിനെ അഭിമുഖീകരിക്കും എന്ന സഹീർ ഖാന്റെ ആത്മവിശ്വാസത്തോടുള്ള ഉപദേശത്തോടു കൂടി നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിരിക്കുകയാണ്. സഹീർ ഖാൻ ഒരു നല്ലൊരു ഗാനത്തോടു കൂടി നമുക്കിത് അവസാനിപ്പിക്കാം. താങ്ക് യു സഹീർ ഖാ, ഒരുപാട് നന്ദി. ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കാറില്ല, കാരണം സഹീർ ഖാ എൻ്റെ അങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ജ്യേഷ്ഠനോ എൻ്റെ അങ്ങനെ ഒരു ലെവലിൽ കാണുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളൊരു വെറുതെ ഒരു സോറി അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയുന്ന ബന്ധമല്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു പരിപാടിക്ക് ആദ്യ എപ്പിസോഡിൽ തന്നെ ഞാനുമായി സഹകരിച്ചതിന് വളരെയധികം നന്ദി. തുടർന്നും നമുക്ക് UAE ഒരുപാട് കളിക്കാർ, വോളിബോളും മറ്റ് എല്ലാ ഗെയിംസിലും കളിക്കുന്ന ഒരുപാട് കളിക്കാരുടെ ഇന്റർവ്യൂസ് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതിനെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സേർക്കാൻ്റെ ഒരു നല്ലൊരു ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഷാനവാസ്, ഈ സ്പോട്ടി ടോക്കിലേക്ക് എന്നെ ക്ഷണിച്ചതിലും എന്നെ എൻ്റെ സുഹൃത്തിനെ ക്ഷണിച്ചതിലും വളരെയധികം നന്ദിയുണ്ട്. ഇത് നിങ്ങൾ ഷാനവാസിനെ എത്രത്തോളം ഇത് മുന്നിലേക്ക് നല്ല കൊണ്ടുപോകാൻ പറ്റും ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ആൾക്കാർ, നല്ല ആൾക്കാർ, അവരൊക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ഈ മേഖലകളിൽ, എല്ലാ മേഖലകളിലുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ട് അത് മാന്യമായിട്ടുള്ള ഗംഭീര വിജയമാക്കണം. എൻ്റെ എല്ലാവരും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അതുകൂടാതെ ഷാൻ കിടാറൻ എന്നുള്ള ആ ഒരു ചാനൽ അല്ലേ, അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അതിൽ കൂടെ നമുക്ക് സ്പോട്ടി ടോക്കും മറ്റുള്ള
എന്നുള്ളത് അല്ലേ? അതെ. അപ്പോൾ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഷാൻ കിദാൻ സ്പോർട്സ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. ദാറ്റ് ഈസ് കോൾഡ് കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദവും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാബിവി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കൈയിൽ കൊണ്ട് കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ മറക്കാക്കാന്റെ മുറുക്കാൻ കടയത്ത് നീരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നുമ്മ മണി കൂടാതര മണിക്കൂറോളം സൊറ പറഞ്ഞിരുന്നതും ശരിയുമ്മ മറക്കാക്കാന്റെ മുറുക്കാൻ കടയിൽ ചെന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നുമ്മ മണി കൂടാതര മണിക്കൂറോളം സൊറ പറഞ്ഞിരുന്നതും ശരിയുമ്മ മലക്കൊടിയേ ഞാനിന്നും പുഴയരികിൽ പോകുമ്പോൾ നടന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് ഞാനിന്നും പുഴയരികിൽ പോകുമ്പോൾ നടന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് കുളിക്കുമ്പോ പോകുന്ന വഴിവക്കില് വെളിക്കൽ നിന്നവനെ കൊച്ചു ചിരിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വെളിക്കൽ നിന്നവനെ കൊച്ചു ചിരിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് എലടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് മോനിന്റെ നോട്ട് കൊണ്ടാറാട്ട് കണ്ണാലെ നീ എന്നെ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിലാണ് എന്റെ നീരാട്ട് എലടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് മോനിന്റെ നോട്ട് കൊണ്ടാറാട്ട് കണ്ണാലെ നീ എന്നെ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിലാണ് എന്റെ നീരാട്ട് കണ്ണൂരു ചെന്നപ്പോ വെണ്ണൊരുത്തി കടം വാങ്ങി നമ്മുടെ സുർമാ കണ്ണിത്തെച്ച് മയ്യത്താക്കി കിടന്നൊരു പുരുഷനപ്പോൾ അയ്യാ എന്നെഴുന്നേറ്റ് കൂടെ വന്ന് കോട്ടയത്ത് പണ്ടൊരിക്കൽ സുർമ വിൽക്കാൻ പോയി ഒരു കോങ്കണ്ണി പെണ്ണെന്നെ സുർമ വാങ്ങിച്ച് ഉണ്ടായ കണ്ണിലിത് രണ്ടു ദിനം എഴുതിയപ്പോൾ കണ്ണുലയും താമരയും കണ്ടു കണ്ണിലാകെ പുതുമാരൻ സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണെ നെഞ്ചത്ത് തുടിപ്പുണ്ടോ കരളുള്ളിൽ ഇടിപ്പുണ്ടോ പഞ്ചാര തിരിയുള്ള നീഷ മോനെ മുട്ടപ്പത്തിരി ചുട്ടുവെച്ച് മുഴുവൻ കോഴി പൊരിച്ചു വെച്ച് ആകലായ മാരം വന്ന് കേറും മുന്നേ പാഞ്ഞു വന്ന് നിങ്ങളെ തിന്നെന്ന് പറഞ്ഞുകൊണ്ട് പുതുമാരനെ തെറ്റിക്കുന്ന പൊന്നാരമായി നമ്മുടെ മായനെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവള് കാലത്തെ എണിക്കൂല മുറ്റ മടിക്കൂല പല്ല് കൂടി തേക്കൂലെന്ന് മുറ്റമടിക്കാന ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും ശൈത്താൻ തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മായിടെ മോളായി പോയി എന്നടീറക്കമ്മ പല്ലാക്ക് ഞെളിപ്പ് എന്നഞ്ച് കുലുങ്കുതടി சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இருக்குதடி அடி என்னடி ராக்கம்மா பல்லாக்கு நெளிப்பு என்னஞ்சு குலுங்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இருக்குது